വിക്രം സാറ്, SJ സൂര്യ, അങ്ങനെ വലിയ കിടിലൻ താര നിരകളോടൊപ്പം സ്ക്രീൻ ഷെയറിംഗിൽ കിട്ടി. അതൊരു മഹാഭാഗ്യം. വീര ധീര ശൂര അതിൻ്റെ ഷൂട്ടിംഗ് തീർന്നിട്ടില്ല. നല്ല എക്സ്പീരിയൻസ് ആണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്തായിരുന്നു പറഞ്ഞാൽ 2 ആക്ടേഴ്സിന്റെ ഡേറ്റ്സ്. അതായത് ഈ സിനിമ ഷൂട്ട് നടക്കുന്ന സമയത്ത് ആസിക്കോ സുരാജേട്ടന് ഒരു പനി വന്നൊന്നും ഷൂട്ട് നടക്കില്ല. പ്രായക്കാരായ ഒരുപാട് നടന്മാരും വലിയ വലിയ വിജയങ്ങൾ കൈവരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടുണ്ടാവാം. അതിലുണ്ടായ മാറ്റങ്ങളാണ് ബോധപൂർവം ഞാൻ ഇന്ന് മുതൽ നന്നാവാം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തിട്ടില്ല. അത് അറിയായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തില്ല. അപ്പോൾ കെട്ടിയുള്ളാളിന്റെ മാലാക കഴിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് ഞാൻ നോട്ട് ഔട്ടതാണ്. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് റിലീസ് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് ഒന്ന് കഥ പറഞ്ഞു. 1 അല്ല 2 3 കഥ പറഞ്ഞു. തമിഴിൽ നിന്നൊക്കെ ഉള്ള പല റിവ്യൂവേഴ്സും എടുത്ത് പറയുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് ഇത്തരത്തിലുള്ള സിനിമ എന്നല്ല, അവർ എല്ലാ രീതിയിലുള്ള സിനിമകളും ചെയ്യുന്നത്. ഇപ്പോൾ സിനിമയിലുണ്ട്. ഇപ്പൊ ഞാൻ സുരാജേട്ടനോട് പറയുന്ന ഒരു ഡയലോഗാണ് എനിക്ക് ട്രെൻഡിങ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു സാധനം. നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നം പോലെ കാറ്റ് കല്ലടിച്ചോലെ നമ്മളിത് ഇങ്ങനെ നിൽക്കണം എന്ന് പറയും. അത് ഭയങ്കര മീനിങ് ആയിട്ടുള്ള ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരു ഡയലോഗാണ്. ഒന്നുമില്ല, സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. ഇപ്പോൾ നമ്മൾ ഓൺലൈനിലാണെങ്കിലും TV-ക്കാണെങ്കിലും ഇന്റർവ്യൂസ് എടുത്ത സമയത്ത് സിനിമ റിലീസ് ആവുന്നതിന് മുന്നേ പല കാര്യങ്ങളും പറയുന്നതിനൊരു പരിമിതി ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും തന്നെ സിനിമ കണ്ടിട്ടുണ്ട്. അപ്പൊ കണ്ടതിന് ശേഷം ഈ സിനിമയെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് അറിയാം. പിന്നെ ഈ സിനിമ സ്വീകരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയണം. അതൊക്കെയാണ് ഈ പ്രസ് മീറ്റിന്റെ ഉദ്ദേശം. ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഈ സിനിമ ഇരുകൈ നീട്ടി സ്വീകരിച്ചതിൽ. ഇത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മേളിലായിരുന്നു നമുക്ക് കിട്ടുന്ന റെസ്പോൺസ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് ഒരു ഉഗ്രൻ കോംബോ ആയിരുന്നു ആസിഫും ഞാനും കൂടെ ഉള്ള ഉഗ്രൻ കോംബോ ആയിരുന്നു എന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം. പിന്നെ അതുപോലെ തന്നെ തങ്കത്തിനെ കുറിച്ച് ഒരുപാട് നീ തങ്കമല്ലട പൊന്നപ്പൻ എന്നിങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. കാരണം ആദ്യത്തെ സിനിമ സൂപ്പർ ഹിറ്റ്, രണ്ടാമത്തതും അതിനേക്കാൾ മേളിൽ അഭിപ്രായം നേടി എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. സംവിധായകനും ഭയങ്കര സന്തോഷത്തിലാണ് ആദ്യ സിനിമ ഇത്രയും വിജയം കൈവരിച്ചതിൽ. പ്രൊഡ്യൂസർ വൻ ഹാപ്പി. കാരണം ആദ്യ ദിവസം തൊട്ട് ഇവരെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാഷ് വന്ന് വീഴുന്ന അനുസരിച്ചിട്ടാണ് സന്തോഷത്തിന്റെ അളവ് കൂടുന്നത്. പിന്നെ മനോഹരമായ ഒരു സിനിമ ചെയ്തതിലുള്ള സന്തോഷമുണ്ട്. എന്ത് കാര്യം വേണമെങ്കിലും ചോദിക്കാം. ഒരു റിയൽ സ്റ്റോറി ആയിരുന്നു അത്. ഞാൻ ഇടയ്ക്കൊക്കെ പറയുമായിരുന്നു, ശരിക്കും എൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് തങ്കത്തിൻ്റെ കഥാപാത്രമാണ്. ബാക്കിയെല്ലാം പറഞ്ഞു കൊടുക്കും. മറ്റേ ആളവിടെ, ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രം ചെയ്യുന്ന ആളവിടെ. യാത്രയിൽ എല്ലാം അങ്ങനെ ഇല്ല. എന്നാൽ പോലും നമ്മൾ പല സീക്വൻസുകളൊക്കെ ജീവിതത്തിലുണ്ടായ ചില പല ഇൻസിഡൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടൊക്കെയാണ് കണ്ടതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടാണ് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത്. എന്നാൽ അതിനകത്ത് ചെറിയൊരു എക്സ്പീരിയൻസ് ലൈൻ ഉണ്ട്. എക്സ്പീരിയൻസ് ലൈൻ കൂടെ ഉണ്ട്. ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ 15 വർഷമായിട്ട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നല്ല ടെക്നീഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് നല്ല ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ കൂടെ എൻ്റെ സമപ്രായക്കാരായ ഒരുപാട് നടന്മാരും വലിയ വലിയ വിജയങ്ങൾ കൈവരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടുണ്ടാവാം. അതിലുണ്ടായ മാറ്റങ്ങളാണ് ബോധപൂർവം ഞാൻ ഇന്ന് മുതൽ നന്നാവാം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തിട്ടില്ല. അത് അറിയായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തില്ല. പിന്നെ ഒരുപാട് ആഗ്രഹിച്ചൊരു ചോദ്യമാണത്. 3 സിനിമകൾ ബാക്ക് ടു ബാക്ക് ഹിറ്റായി എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് ഒരു സോഷ്യൽ ഗ്യാതറിംഗിൽ ചോദിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു ചോദ്യമാണ്. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഒരു വലിയ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. പ്രത്യേകിച്ച് ഈ വർഷം തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ മലയാള സിനിമയെ പറ്റി അല്ലെങ്കിൽ മലയാള ഫിലിം ഇൻഡസ്ട്രീനെ പറ്റി നമ്മളും പുറത്തുനിന്നുള്ള ആളുകളും എല്ലാം വളരെ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ സിനിമകളെ പറ്റിയിട്ട്. അപ്പൊ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. ഈ വർഷം ഞാനൊരു പടം ഇറക്കിയത് മോശമാക്കിയില്ല എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. 3 ഡിഫറെന്റ് ജോണറിലുള്ള സിനിമകൾ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റി. നമ്മുടെ ഇൻഡസ്ട്രിയിൽ വരുന്നത് ഇപ്പോൾ തമിഴിൽ നിന്നൊക്കെ ഉള്ള പല റിവ്യൂവേഴ്സും എടുത്ത് പറയുന്നത് നമുക്ക്
കാണാൻ പറ്റിയിട്ടുണ്ട്. മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് ഇത്തരത്തിലുള്ള സിനിമ എന്നല്ല, അവർ എല്ലാ രീതിയിലുള്ള സിനിമകളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നിന്നുള്ള, തമിഴിൽ നിന്നുള്ള ഒരു പ്രമുഖ റിവ്യൂവർ അലിയോ സമീകോയെ പറ്റി പറയുന്നത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. കാര്യം ഒരു കൾച്ചർ ആയിട്ട് ബൗണ്ടറീസ് ഇല്ലാതെ ഏത് ഭാഷയിലുള്ള ആളുകൾക്കും ഇത് മനസ്സിലാകും. ഒരു പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്തിട്ടുള്ള, വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഇവിടെയുണ്ട്. ഇപ്പൊ നമ്മളെല്ലാവരും ഒരുപാട് സുഹൃത്തുക്കളുള്ള ആളുകളാണ്. നമുക്കുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ള സുഹൃത്തുക്കളിൽ പലരെയും നമുക്ക് ഇങ്ങനെ കിട്ടിയതാണ്. അപ്പൊ തങ്കം വന്ന് എൻ്റെ അടുത്ത് ഈ കഥ പറയുന്ന സമയത്തും എനിക്ക് ഒരുപാട് പേര് ഓർമ്മ വന്നു. ഈ സിനിമ കാണുന്നവർക്കും കണ്ട് ഇറങ്ങിയ അഭിപ്രായം എഴുതിയവരും എല്ലാം പറയുന്നത് അവരുടെ സുഹൃത്തുക്കളെ പറ്റിയും അവര് പരിചയപ്പെട്ട രീതിയെ പറ്റിയും ഒക്കെയാണ്. അപ്പൊ നമുക്കറിയില്ല ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് പെട്ടെന്ന് കയറി വരുന്നതും എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതൊന്നും. അപ്പൊ അതൊക്കെയാണ് തങ്കം ഈ സിനിമയിലൂടെ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഇപ്പൊ ഞാൻ താഴെ നിന്നപ്പോ സുഹൃത്തുക്കളോട് പറഞ്ഞു, സിനിമ കഴിഞ്ഞിട്ട് ഒരു കയ്യടി കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു സൈലൻസ് ഉണ്ട് തിയേറ്ററിൽ. ലൈറ്റ് വരുമ്പോ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കരഞ്ഞ കണ്ണ് ആരും കാണാതിരിക്കാൻ വേണ്ടി. അത് കണ്ണുനീര് കാണുമ്പോൾ സന്തോഷം വരുന്നത് ആദ്യമായിട്ടാണ്. തിയേറ്റർ വിസിറ്റ്സിന് ഇപ്പൊ നമ്മള് രാഗത്തിൽ പോയി തൃശ്ശൂര്, അപ്പൊ അവിടെയൊക്കെ ഞാൻ വനിതാ വിനിത അവിടെയൊക്കെ പോയ സമയത്ത് നമ്മൾ കാണുന്നത് ആളുകൾ നമ്മളെ നോക്കുമ്പോൾ കരഞ്ഞ കലങ്ങിയ കണ്ണായിട്ടാണ്. പലർക്കും പലരെയും ഓർമ്മ വരുന്നു, പല യാത്രകളും ഓർമ്മ വരുന്നു. അപ്പൊ അതൊക്കെയാണ് ഈ സിനിമ പയ്യെ പയ്യെ ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ സൈൻ. ഞാൻ വിചാരിച്ചതിൽ അത്രയും ഞാൻ വിചാരിച്ച അത്രയും ഈ സിനിമ എത്തിയിട്ടില്ല. ആളുകൾ അറിഞ്ഞ് എത്തുന്നതേ ഉള്ളൂ. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഫീലിംഗ് നേരത്തെ ഉണ്ടായത് സൺഡേ ഹോളിഡേക്കാണ്. സൺഡേ ഹോളിഡേ ഇതുപോലെ ആദ്യത്തെ 2-3 ദിവസം കഴിഞ്ഞ് ഫാമിലി ഓഡിയൻസ് വന്ന് തുടങ്ങിയതിന് ശേഷമാണ് ആ സിനിമ വലിയൊരു വിജയത്തിലേക്ക് പോവുകയും 110 ദിവസത്തോളം അത് ഓടുകയും ചെയ്തത്. അത്തരത്തിലുള്ള ഒരു വിജയത്തിലേക്കാണ് ഈ സിനിമ പോകുന്നതെന്നാണ് എന്റെ പ്രതീക്ഷ. ഈ കഴിഞ്ഞ ശനിയും ഞായറുമായിട്ട് ഏറ്റവും കൂടുതൽ വന്ന് കണ്ടത് ഫാമിലീസ് ആണ്. നമുക്ക് കാണാം മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയും മക്കളും ഒക്കെ ആയിട്ട് സിനിമ കാണാൻ വരുന്നതും അവര് ഇതിന്റെ ഇമോഷൻ കൃത്യമായി മനസ്സിലാക്കുന്നതും ഒക്കെ. അപ്പം യെസ്, എന്തോ ചോദിച്ചു, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. സോറി. പ്ലാൻ ചെയ്തതും തങ്കത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു യാത്രയാണ്. ആ യാത്ര അതുകൊണ്ടാണ് ഇവരുടെ പ്രശ്നങ്ങളൊന്നും അവസാനിക്കുന്നില്ല. ഇവര് വേറൊരു തലത്തിലേക്ക് ജീവിതം കൊണ്ടുപോകുന്നില്ല, ഒന്നുമില്ല. ആ യാത്ര മാത്രമാണ് നമ്മൾ കാണിക്കാൻ ആഗ്രഹിച്ചത്. അത് മാത്രമാണ്, അതിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പൊ ഈ ചോദ്യം വന്നതുകൊണ്ട് 2 പേരോടാണ് നന്ദി പറയാനുള്ളത്. അത് എങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒന്നും പറഞ്ഞാൽ അത് മതിയാവില്ല. അതുകൊണ്ട് ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. അപർണ ബാലമുരളിയും രജിഷ വിജയനും അജു വർഗീസ് 3 പേരാണ് ഈ സിനിമയിൽ ശബ്ദം കൊണ്ട് അഭിനയിച്ചിരിക്കുന്നത്. ഇത് കേട്ട് ഇവരെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വലിയൊരു അംഗീകാരം തന്നെയാണ്. ഞാൻ നേരത്തെ റോഷാക്കിന്റെ സമയത്ത് പറഞ്ഞ പോലെ കണ്ണ് കണ്ട ആളുകൾ മനസ്സിലാക്കി എന്ന് പറയുന്ന പോലെ ശബ്ദം കണ്ടവർ മനസ്സിലാക്കി. ഒരു നല്ല സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ അവർ ശബ്ദം കൊണ്ട് മുന്നോട്ട് വന്നു. അപ്പം ഒരു പക്ഷേ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന മുൻനിരയിലുള്ള 3 താരങ്ങൾ ശബ്ദം തന്ന് ഇതില് ഭാഗമാകുന്നു എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി കാര്യമാണ്. നഹാസിന് ഒരുപാട് ഐഡിയാസ് ഉള്ള ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുത്ത ഒരാളാണ് ഇതിന്റെ തിരക്കഥാകൃത്ത് തങ്കവും സംവിധായകനും നിർമ്മാതാവും. അപ്പൊ ഞങ്ങളിത് ഇങ്ങനൊരു പ്ലാൻ ഇത് ആദ്യം ചെയ്തത് ഹണിബിയിലാണ്. ഹണിബി തുടങ്ങുമ്പോൾ ഞാനും ബാലുവും കൂടെ നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് നഹാസ് ഇങ്ങനെ എന്നോട് ചോദിച്ച്, ഇക്ക നമുക്ക് നിങ്ങളുടെ 2 പേരുടെ സ്ലാങ്ങിൽ ഇത് പറഞ്ഞാലോ. അപ്പൊ അവിടെ മുതൽ ഓഡിയൻസ് ഇത് ശ്രദ്ധിക്കണം എന്നുള്ളതും കാര്യം നമ്മൾ ഇവരുടെ 2 പേരുടെയും വലിയ ബാക്ക് സ്റ്റോറീസ് ഒന്നും ഈ സിനിമയിൽ കാണിക്കുന്നില്ല. അപ്പൊ നമുക്ക് ആദ്യം മുതൽ തന്നെ ഈ ക്യാരക്ടേഴ്സിനെ ഓഡിയൻസിലേക്ക് എത്തിക്കണം എന്നുണ്ടായിരുന്നു. അതിന് ഉണ്ടാക്കിയ ബ്രില്യന്റ് ഐഡിയ ഇദ്ദേഹത്തിന്റെയാണ്. അടിപൊളി വൈബ് നിൽക്കുന്ന ഒരു കഥാപാത്രത്തിലേക്ക് എങ്ങനെ ആസ്വദിക്കുക ഇമാജിൻ ചെയ്തത്? അല്ല, അത് ആസ്വദിച്ച് ചെയ്താൽ അത് വൃത്തിയാകുമെന്ന് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ്. മെയിനായിട്ട് പിന്നെ ഈ കഥ എൻഡ് ചെയ്യുമ്പോൾ പോലും സത്യം പറഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ മാറുന്നില്ല. അവരുടെ ജീവിതത്തിൽ പിന്നെയും മുന്നോട്ട് പോകുന്നത്. പലരും തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറയും ഇതിന് 2ാം ഭാഗം വന്നിരുന്നില്ല, അവരുടെ ലൈഫിൽ എന്ത് സംഭവിച്ചു, അവരുടെ ലൈഫിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയാനായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും 2ാം ഭാഗം എന്തെങ്കിലും ചേർന്നപ്പോ
അവര് വീണ്ടും ഇനി കണ്ടുമുട്ടുവാണെ കൂട്ടട്ടെ, ചിലപ്പം കണ്ടുമുട്ടാൻ സാധ്യത ഉണ്ടാവുമല്ലോ, നമ്പറൊക്കെ മേടിച്ചിട്ടില്ല ഇപ്പൊ സാധ്യത അല്ലേ? തിയേറ്ററിൽ ജിസേട്ടൻ ഒരു ഡയലോഗ് പറയുന്നത് എനിക്ക് അന്ന് സത്യം പറഞ്ഞാൽ വളരെ ഇമോഷണൽ ആയിട്ട് ആസിഫിനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്നും കൊടുക്കണമെന്നുണ്ടായിരുന്നു. അന്ന് നേരെ ആസിഫിനെ കാണാനാണ് വരുന്നതെന്നൊക്കെ പറയുന്നത്. അത്രയും ആസിഫിനെ കുറെ നാൾ കൂടി കാണണമെന്ന് ആഗ്രഹിച്ച ഒരു കഥാപാത്രത്തിൽ കാണാൻ സാധിച്ചെന്നൊക്കെ പറയായിരുന്നു. വന്നായിരുന്നു ഞാൻ വന്ന് കെട്ടിപ്പിടിച്ച് രണ്ടു മുമ്പേ തന്നു. കാര്യം ഞാൻ എത്രത്തോളം സിനിമ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഞാൻ സിനിമ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്നും സിനിമ എത്രത്തോളം എഫേർട്ട് ഞാൻ ഇടുന്നുണ്ടെന്നും ഒക്കെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളുകളിൽ ഒരാൾ ജിസ്സാണ്. അപ്പോൾ എൻ്റെ ഓരോ വിജയവും ജിസ്സിന് സ്പെഷ്യൽ ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അത് ജിസ്സിന്റെ എക്സൈറ്റ്മെന്റിൽ എനിക്ക് മനസ്സിലായി. പിന്നെ ഈ സിനിമയുടെ രണ്ടാം ഭാഗം ഞാൻ ഇപ്പൊ കെട്ടിറണക്ക മാലൊക്കെ ചെയ്ത സമയത്ത് തങ്കം എനിക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കാനുള്ള അവസരം തന്നു. നല്ല വയറ് വേണം എന്ന് പറഞ്ഞാണ് തങ്കം കഥ പറയാൻ തുടങ്ങിയത്. ഈ സിനിമയ്ക്കും അങ്ങനെ തന്നെയാണ് തുടങ്ങിയത്. ഇപ്പൊ ആ സിനിമയില് ആ ഷർട്ട് ഇല്ലാതെ നിൽക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പൊ അത് കണ്ടിട്ട് എൻ്റെ അടുത്ത് കുറെ പേര് പറഞ്ഞാടാ ഇങ്ങനെയൊക്കെ ബോഡി കാണിക്കണോ? എൻ്റെ അടുത്ത് തങ്കം ആദ്യം പറഞ്ഞതാണ് ആ സീനിൽ ഷർട്ട് ഇല്ലാണ്ട് നിൽക്കുമ്പോ ഒരു കോഴിയെ ഗ്രില്ല് ചെയ്യായിട്ട് ഓടിയിരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ടു. നല്ല വയറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സിനിമ അങ്ങനെയുള്ള ഡീറ്റെയിലിംഗ് കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ ക്യാരക്ടേഴ്സ് രണ്ടുപേരുടെയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സുരാജേട്ടനോട് ചോദിക്കും പ്ലീസ്. ഈ പറഞ്ഞ പോലെ കുറെ നാള് തമാശകൾ ചെയ്തു, പിന്നീട് കുറെ കൂടെ സീരിയസ് ആയ കഥാപാത്രങ്ങൾ ചെയ്തു. അപ്പൊ വീണ്ടും നാച്ചുറലായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരാളല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ ഒരു കഥാപാത്രമാണ് ചെയ്തത്. ശരിക്കും പ്രേക്ഷകര് തങ്ങളുടെ കഥാപാത്രത്തെ കാണുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു നോർമൽ ഒരു വ്യക്തിയെ കാണുന്ന പോലെ അല്ലെങ്കിൽ ആ വ്യക്തി ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതേപോലത്തെ കഥാപാത്രങ്ങൾ ചെയ്യാനാണ് ഇവിടെ താല്പര്യം. എല്ലാത്തരം കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ കയ്യിൽ വരുന്നതിൽ ഏറ്റവും ബെസ്റ്റാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ കെട്ടിയുള്ള ആളിൻ്റെ മാലാക കഴിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് ഞാൻ നോട്ട് ഇട്ടതാണ്. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് റിലീസ് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് ഒന്ന് കഥ പറഞ്ഞു. 1 അല്ല 2, 3 കഥ പറഞ്ഞു. അതിൽ പിന്നെ അതിങ്ങനെ വൈകി എന്തായാലും അത് തിയേറ്ററിലേക്ക് എത്തി. ഒരുപാട് സന്തോഷം. കഥ പറഞ്ഞപ്പോൾ ഒരുപാട് ചിരിച്ചതാണ്. ഇത് ഒരു റിയൽ ലൈഫ് സ്റ്റോറി കൂടിയാണ്. പിന്നെ ഇത്തരത്തിലൊരു സിനിമയുടെ ഈ ഒരു വൻ വിജയമായി തീർന്ന സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എല്ലാത്തരം വേഷങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് മാത്രമല്ല, അങ്ങനെ നല്ല നല്ല കഥാപാത്രങ്ങൾ എൻ്റെ കയ്യിൽ വരട്ടെ, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റട്ടെ. അല്ല, അത് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നതാണ്. 100% സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് എണ്ണം കൂടിയത് എന്റെ കയ്യിൽ നിന്നും പറ്റിയിട്ടുണ്ട്. പല സമയത്തും അത് ഡബിങ്ങിലൊക്കെ എണ്ണം കുറച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ സമയത്താണ് ആനിമൽ ഇറങ്ങിയത്. ആനിമൽ ഇറങ്ങിയപ്പോ ഇങ്ങനെ പപ്പ 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 എന്നുള്ളത് എണ്ണി വന്നു. അപ്പൊ നാസെന്റെ നിക്ക ബോസ് തന്നെ കുറച്ച് കുറയ്ക്കാം. അത് സംസാരിച്ച് ആ ഫ്ലോ കിട്ടിയപ്പോ ആ ബോസ് എന്നുള്ള വിളിയിൽ ഒരു സുഖമുണ്ട്. എനിക്ക് ആ സുഖം ഇതിനു മുന്നേ കിട്ടിയത് മച്ചാനെ എന്നുള്ള വിളിയിലാണ്. ഞാൻ ആ വിളിയായിരുന്നു എല്ലാവരെയും വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ തിയേറ്റേഴ്സിന് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ട്രെൻഡ് അത്. ഞാൻ തിയേറ്റർ വിസിറ്റിന് പോകുന്ന സമയത്തൊക്കെ ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബോസെ കൂട്ടുകാരാ എന്ന് വിളിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആ വിളിയിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മള് സിനിമയിൽ പേര് ചോദിക്കാൻ 2 പേര് മറന്നു പോകുന്നത് ആ വിളി കാരണമാണ്. ഒരുപാട് നാളുകൂടി ആ ഇക്കാന്ന് വിളിച്ച് ചേർത്ത് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഇതിനു മുമ്പായിട്ട് തലവേലിൽ ഇതേപോലെ ഇമോഷണലായി കണ്ടായിരുന്നു. ഇപ്പൊ ഈ സിനിമയിൽ കണ്ടായിരുന്നു. അതിന് സന്തോഷവും സാറ്റിസ്ഫാക്ഷനും സംതൃപ്തിയും ഉണ്ട് അതില്. കാരണം ഈ സിനിമയ്ക്ക് അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഒരു നിർമ്മാതാവുണ്ട്, അദ്ദേഹം മുടങ്ങിയ പൈസയുണ്ട്, ഒരു പുതിയ സംവിധായകന്റെ സ്വപ്നങ്ങളുണ്ട്, ഒരു വലിയ ഹിറ്റിന് ശേഷം 2ാമത് സിനിമ ചെയ്യുന്ന ഒരു തിരക്കഥാകൃത്തുണ്ട്, ആദ്യമായി ഒന്നിക്കുന്ന 2 സുഹൃത്തുക്കളുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാവരുടെ ആഗ്രഹമാണ് ഈ സിനിമയ്ക്ക് നല്ലത് വരിക, നല്ലത് സംഭവിക്കുക എന്നുള്ളത്. അപ്പൊ അത് സംഭവിക്കുന്നതിനുമ്പോ ഉണ്ടാവുന്ന ഇമോഷനാണ് അതെല്ലാം. ഇത്തരത്തിൽ സിനിമയ്ക്ക് പോകാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിനോദങ്ങൾക്ക് വേണ്ടി പണം മാറ്റി വെച്ച ഒരുപാട് ആളുകൾ ഇപ്പൊ ആ ഒരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം കൊടുത്തിട്ടുണ്ട്. ഈ സിനിമയുടെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്തിട്ട് വീണ്ടും അതിലേക്ക് ആ ഒരു ഡേറ്റിലേക്ക് ആക്കുകയാണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ അല്ലായിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നത്. അതിനെപ്പറ്റി ഇനി നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോയേ പറ്റുള്ളൂ. നമ്മളിപ്പോ
ജീവിതത്തിൽ അവിടെ അതിന് വിക്റ്റിമായവർക്കും ഇനിയൊരു ജീവിതമുണ്ട്, അവർ മുന്നോട്ട് പോകുന്നുണ്ട്, അവർ മുന്നോട്ട് പോകാൻ നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്ന പോലെ നമ്മളെ സഹായിക്കുന്നുണ്ട്, നമ്മളെപ്പോഴും കൂടെയുണ്ട്. അത് കഴിഞ്ഞ ദിവസത്തെ പോലെ അവിടുത്തെ രക്ഷാപ്രവർത്തനം നിർത്തിയത് കൊണ്ടോ പട്ടാളക്കാർ തിരിച്ചു പോയത് കൊണ്ടോ ഒന്നും അത് അവിടെ തീരുന്നില്ല. നമ്മളെപ്പോഴും അവരുടെ കൂടെ ഉണ്ട്. എന്താവശ്യം വന്നാലും നമ്മളുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ബാക്കിയുള്ള എല്ലാവരുടെയും ജീവിതവും. അത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ സിനിമ ഷൂട്ട് ചെയ്തു, ഇതിന്റെ ഫുൾ പണികളും തീർത്ത് നമ്മൾ 2-ാം തീയതി റിലീസ് ചെയ്യാൻ നിൽക്കുന്നതിന്റെ ഒരു ദിവസം മുന്നെയാണ് ഇത് സംഭവിക്കുന്നതും. അപ്പൊ തന്നെ നമ്മളെല്ലാവരും, സിനിമാ സംഘടന എല്ലാവരും ഒറ്റക്കെട്ടായി റിലീസുകൾ മാറ്റിവെച്ചു. അതൊരിക്കലും ആള് കുറയും എന്ന് ഓർത്തിട്ടല്ല, നമ്മളത് ചെയ്യാൻ പാടില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ്. അപ്പോൾ അത് ആഷിഖും അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അപ്പൊ നമുക്കിത് ഇത്രയും ഷൂട്ട് കഴിഞ്ഞ് ഇത്രയും നിർമ്മാതാവിന് ചെലവായ പൈസ മുഴുവൻ അവിടെ ബ്ലോക്കായി കിടക്കുന്നു എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിൽ ഇനിയും ഇത് ഹോൾഡ് ചെയ്ത് വെക്കുന്നതിൽ കാര്യമില്ല. അപ്പൊ ഒരാൾ മുന്നോട്ട് വരണം, നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് തുടങ്ങിയതിനു ശേഷം നമ്മുടെ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഇതിന്റെ റിലീസിനെ പറ്റി നമ്മൾ ചിന്തിച്ചു. വളരെ മിതമായ രീതിയിൽ ഇതിന്റെ ഒരു മാർക്കറ്റിങ്ങിനെ പറ്റി ചിന്തിച്ചു. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ സിനിമയിലുള്ള ഒരു കോൺഫിഡൻസ് കൊണ്ട് തന്നെയാണ് നമ്മൾ വളരെ മിനിമലായ ആ സമയത്ത് നമുക്ക് സോഷ്യൽ മീഡിയ കൂടെ ആളുകളെ ക്ഷണിക്കുന്നതിനും ഈ സിനിമയെ പറ്റി പറയുന്നതിനും ഈ സിനിമയുടെ വിജയം ആഘോഷിക്കുന്നതിനും ഒക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ അപ്പോഴെല്ലാം നമുക്കുള്ളൊരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലാണ്. ഈ സിനിമ ഇറങ്ങി കണ്ടു കഴിയുന്നവർ തമ്മിൽ പരസ്പരം സംസാരിക്കുകയും, ഒരു സിനിമ എപ്പോഴും വിജയിക്കുന്നത് മൗത്ത് പബ്ലിസിറ്റി കൂടെയാണ്. അപ്പൊ അത് ഈ സിനിമയ്ക്ക് സംഭവിക്കും എന്നുള്ളത് വളരെ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. പല സമയത്തും പല ആളുകളും ഇതിന് ലാഗ് ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടും നമ്മളൊന്ന് ടെൻഷൻ ആകുമ്പോഴും തിയേറ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് അത്രയും മനോഹരമായിരുന്നു. നമ്മൾ നേരിട്ട് കാണുന്നതും സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്നതും, ഇപ്പൊ നിങ്ങളെല്ലാവരും റിവ്യൂസ് ഇട്ടതും എല്ലാം അത്തരത്തിലുള്ളതാണ്. അപ്പൊ അതാണ് നമ്മൾ ശരിക്കും ഈ സിനിമയ്ക്ക് ആഗ്രഹിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.